ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പോൾ എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. നമ്മൾ പൊതുവേ ചെയ്യുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് സ്ഥിരം മൂവീസ് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷെ എന്നാൽ ഐ എം ബാക്ക് വിത്ത് ഡെഡ് പൂൾ ആൻഡ് ദ വൂൾവറിൻ. നമുക്ക് ഡെഡ് പൂൾ തേർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യെസ്, അപ്പോൾ ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ കണ്ടു, അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ സഹായം. ആൻഡ് വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഈ മൂവിയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓണസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാമല്ലോ, ഇപ്പം ഞാൻ പോയത് എൻ്റെ വൈഫിൻ്റെ കൂടെ, ഷിയോൻ്റെ കൂടെയാണ്. ആൻഡ് ദ പ്രോബ്ലം ഈസ് ലൈക്ക്, എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇത് 20th സെഞ്ച്വറിയുടെ ക്യാരക്ടേഴ്സിനെ അറിയില്ല, മാർവലിൻ്റെ ക്യാരക്ടേഴ്സിനെ അറിയില്ല, DC എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഈ സൂപ്പർ ഹീറോ DC നമ്മൾ MCU DC കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് വരുന്നവർക്കാണ് ഇതിലെ തഗ്ഗുകളും തമാശകളും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് മനസ്സിലാവുക. അപ്പോൾ അല്ലാതെ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ വിഷ്വലൊക്കെ വെച്ച് പടം അടിപൊളിയായിരിക്കും, പക്ഷെ അല്ലാതെ അതിൻ്റെ പല കൗണ്ടേഴ്സും കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വിഷമം നിങ്ങളിലേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ആദ്യമേ ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. നിങ്ങൾ മൂവി കാണാൻ പോവാണ്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ബാക്കിലുള്ള പല കാര്യങ്ങളും അറിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ എന്തായാലും ടു ബി ഓണസ്റ്റ്, നമ്മുടെ എൻ ഗെയിമിനൊക്കെ ശേഷം അല്ലെങ്കിൽ നോവേ ഹോമിനൊക്കെ ശേഷം ഭയങ്കര ഹാപ്പി ആയി കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരു മാർവൽ മൂവിയാണ് എന്തായാലും ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഞാൻ ഈ മൂവിയുടെ സംഭവം വന്നപ്പോൾ തന്നെ, അത് കുറേ നാളുകൾക്ക് മുമ്പ് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് പൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്യാങ്ങിലൊക്കെ ഒരു മനുഷ്യനുണ്ടാവും, നമ്മളെ പറ്റ താറ്റി എന്തൊരു വിഷയത്തെ പറ്റി ഒരുപാട് സംസാരിക്കുക. അതായത് അവന് എന്തെങ്കിലും കിട്ടിയാൽ മതി, സംസാരിച്ച് പോകും. അങ്ങ് താറ്റി നമ്മൾ ചില സമയത്ത് അവൻ പറയണ കേട്ട് കഴിയുമ്പോൾ അവനിട്ട് ഒരെണ്ണ കൊടുക്കാനൊക്കെ തോന്നുന്ന ടൈപ്പിൽ നമ്മുടെ അടുത്ത് സംസാരിച്ച് വെറുപ്പിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു ക്യാരക്ടറാണ് ഡെത്ത് പൂൾ എന്ന് പറയുന്ന ആൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എല്ലാത്തിനും പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. പുള്ളി താറ്റി അതിപ്പോൾ കൂട്ടുകാരനാണെങ്കിലും ശരി, വില്ലനാണെങ്കിലും ശരി, അവനെ ടു ദ എക്സ്ട്രീം താറ്റി കൊല്ലാൻ, അതായത് പുള്ളിയുടെ വാള് വെച്ച് പുള്ളിക്ക് കൊല്ലാൻ അറിയാൻ പാടാഞ്ഞിട്ടില്ല, പക്ഷെ ആദ്യം പുള്ളി നാക്ക് വെച്ച് കൊന്നിട്ട് വാള് വെച്ച് കൊല്ലൂ എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഡെഡ് പൂൾ എന്ന് പറയുന്നത്. ഇനി നേരെ ഡെഡ് പൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചിപ്പുറത്ത് വൂൾവറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്മാൻ സീരീസിലും ആ പടങ്ങളിലും എല്ലാം നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ലെസ് ടോക്ക് മോർ ആക്ഷൻ എന്നുള്ളൊരു സാധനമാണ്. പുള്ളി അധികം സംസാരിക്കില്ല, ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടറാണ്. ലോഗനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം വന്നു, അയ്യോ ഞാൻ ചെറുപ്പം മുതലേ കണ്ടുവന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനൊരു എൻഡ് ആയിരുന്നല്ലോ, ഇങ്ങനെയല്ല കുറച്ചും കൂടെയൊക്കെ വേണമായിരുന്നു എന്നൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വന്നില്ല. അപ്പോൾ കുറച്ച് സംസാരം കൂടുതൽ ആക്ഷൻ എന്നുള്ളതാണ് വൂൾവറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിക്കുമ്പോൾ ടീമപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്നുള്ളൊരു സംശയം ഈ പറയുന്ന പോലെ ഫാൻസിനുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നെ, മൂവി തുടങ്ങി അവസാനിക്കണവരേക്കും ആക്ഷൻ്റെ സമയത്ത് പോലും ഡെഡ് പൂളിന് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം വിഷയങ്ങളെക്കുറിച്ച് പുള്ളി സംസാരിച്ച് പോകുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഇതെല്ലാം താറ്റലാണ് കേട്ടോ. എൻ ഗെയിമിനെ താറ്റുന്നുണ്ട്, MCUനെ താറ്റുന്നുണ്ട്, കുറേ സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൂവി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് പൂളിൻ്റെയും വൂൾവറിൻ്റെയും ആക്ഷനുണ്ട്. എൻ്റെ അമ്മോ, കാറിനകത്തുള്ളൊരു ഫൈറ്റ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഭയങ്കരമായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും ഇതിലൊക്കെ പറയണ പോലെ അതുക്കും മേലെയായിരുന്നു സാധനം. ആൻഡ് എൻ്റയർലി പടം അടിപൊളിയായിരുന്നു. ക്യാമിയോസ് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തതും പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റും. ആൻഡ് അതിൽ ഒരാളെന്നെ പറ്റിച്ചേട്ടാ. പുള്ളിയുടെ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സീനിൽ പുള്ളി വരുന്നു. ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് സീനിൽ പുള്ളി വരുന്നു. പുള്ളി നമ്മളിങ്ങനെ വിചാരിക്കുന്നു, ഓക്കെ അവനാണല്ലേ ഇവൻ എന്ന് വിചാരിക്കും, പക്ഷേ അവനായിരിക്കില്ല അവൻ. അങ്ങനെ ഒരു സീനുണ്ട്. അത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സാധനം നിങ്ങൾ ഓർത്ത് വെച്ചു, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാരാണെന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്.
നമുക്കറിയാം ഡെഡ്പൂൾ എനിക്ക് തോന്നുന്നു ഡെഡ്പൂൾ ഓൾമോസ്റ്റ് 2016 2018 കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അത്രയും ഗ്യാപ്പ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 6 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ആ ക്യാരക്ടർ എങ്ങനെയാണോ നമ്മുടെ മുമ്പിലേക്ക് മുൻപേ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് 1% പോലും കുറഞ്ഞിട്ടുള്ള, കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഈ താറ്റലിൻ്റെയും ഡയലോഗ്സിൻ്റെ ആളാണ്. നമ്മൾക്ക് പുള്ളിയുടെ ഓരോ സീൻ വരുമ്പോഴും ചിരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ കൗണ്ടേഴ്സാണ് പുള്ളി പറയുക. പുള്ളി വാ തുറന്നാൽ ആ സംസാരിക്കുന്ന, നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് എന്നൊക്കെ പറയില്ല, കുത്തിടുന്നതിന് മുമ്പ് ഒരു ചിരി കൺഫേമാണ്, ഒരു സെൻറ്റൻസിനുള്ളിൽ ഒരു ചിരി കൺഫേമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് പടം തുടങ്ങിയിട്ടുള്ള 2 മണിക്കൂർ എത്രയും മിനിറ്റ്സും കൂടെ പടമുള്ളൂ. അത്രയും നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫാനാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വുൾവറീൻ ആണോ എന്ന് വെച്ചാൽ, വുൾവറീൻ എന്നും നമുക്കൊരു സ്പെഷ്യൽ സംഭവമാണ്. സ്പെഷ്യൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആണുങ്ങൾക്കും ഇഷ്ടമുള്ള ഏറ്റവും വലിയൊരു മാസ്ക ബാപ്പ് എന്നൊക്കെ പറയില്ല, മാസ്ക ബാപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, മാസ്ക ബാപ്പ് അതാണ് വുൾവറീൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ കണ്ട് വളർന്നിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ മാസവും പുള്ളി കീപ്പ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് സീനൊക്കെ ഭയങ്കര രസമാണ്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പുള്ളി ചില സമയത്തുള്ളൊരു നോട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെയൊക്കെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈ ഡെഡ്പൂളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഗ്യാങ്ങിൽ കാണാൻ പറ്റുന്ന ഒരാളിൻ്റെ ഒരു സൂപ്പർ ഹീറോ വേർഷനാണ്. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ റിയൽ ലൈഫിലൊന്നും ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല. റിയൽ ലൈഫിൽ സൂപ്പർ ഹീറോസ് വരണമെന്നില്ല, എന്നാലും പറയുക അങ്ങനെ ഒരു സൂപ്പർ ഹീറോ വരും. ഒരുപാട് സംസാരിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഇതങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ. അപ്പോൾ ആ ഒരു സാധനം ഇഷ്ടം. ഫസ്റ്റും സെക്കൻഡും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേർഡ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ദിസ് ഈസ് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാൻസിന് വേണ്ടി 6 വർഷം കഴിഞ്ഞിട്ട് ഫാൻസിനും അതുപോലെ തന്നെ 20th സെഞ്ച്വറി സ്റ്റുഡിയോസിനും അവർക്കും ഒരു ട്രിബ്യൂട്ട് തന്നെയാണ് പടം. കാരണം അത്രയും മനോഹരമായിട്ട് ഈ സംഭവം ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഒന്നും ഒരു കുറവായിട്ട് തോന്നിയില്ല. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാധനം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു മൂവി തന്നെ ആയിരിക്കും. ഇത്രയും കാലത്തെ കാത്തിരിപ്പ് വേർത്തായി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ ചിലപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ, എൻ്റെ അമ്മോ ഫസ്റ്റത്തെ ഒരു ഫൈറ്റ് ഉണ്ട്. TV വന്നു കഴിഞ്ഞിട്ട് ഇവനെ കൊണ്ടുപോകാൻ, നമ്മുടെ വെയിഡിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൊരു സീനുണ്ട്, ഡെഡ്പൂളിനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൊരു സീനുണ്ട്. ആ സമയത്ത് എല്ല് വെച്ചിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ആ ഫൈറ്റ് അതും മസ്സാണ്. പിന്നെ ഈ വയലൻസൊക്കെ ടു ദ എക്സ്ട്രീമാണ് കേട്ടോ. കയ്യും കാലമൊക്കെ വെട്ടിപ്പറിച്ച്, പിന്നെ അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. പിന്നെ ഒരു സീനുണ്ട്, അതെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. എന്തായാലും നിങ്ങൾ കണ്ടു പോകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് തോന്നി, എനിക്കൊന്നും കുറവ് പറയാനായിട്ടില്ല. സമയം കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ അവർക്ക് കുത്തിത്തിരിക്കേണ്ടതായിട്ട് വന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ചില സമയത്ത് ഉണ്ടാവില്ല, നമുക്ക് സമയം കുറയുമ്പോൾ മാക്സിമം സാധനങ്ങൾ അവർക്ക് കയറ്റി, പക്ഷെ എന്നാലും അത് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പടം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡ് സൈനിങ് off.